നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിഞ്ഞണ്ണ റൈ ഓർമ്മയായി അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. KCCL സംസ്ഥാന സംരംഭക കൺവെൻഷന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. സംഘാടക സമിതി രൂപീകരിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ ജില്ലയിലെ ആദ്യത്തെ ലഹരി വിമുക്ത കേന്ദ്രം പെരിയയിൽ തുടങ്ങി. ലക്ഷ്യമിടുന്നത് മദ്യാസക്തിക്കെതിരെ സമ്പൂർണ്ണ ചികിത്സ. CPIMന്റെ ജനകീയ പ്രതിരോധ സമരം ചൊവ്വാഴ്ച. നാടുണർത്തി കാൽനട ജാഥകൾ. വ്യാപാര ദിനം ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വർഗീയതയ്ക്കെതിരെ യുവജനതാദൾ കാഞ്ഞങ്ങാട് പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കിഞ്ഞണ്ണ റൈ ഇനി ഓർമ്മ. അന്ത്യപ്രണാമങ്ങൾ അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. നാടിന്റെ ഹൃദയമറിഞ്ഞ കവിക്ക് അന്ത്യപ്രണാമം അർപ്പിക്കാൻ ഒരു നാട് തന്നെ ഒഴുകിയെത്തി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ തറവാട്ടു വീട്ടുവളപ്പിലാണ് കവിയുടെ മൃതദേഹം സംസ്കരിച്ചത്. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന്റെ ശേഷമായിരുന്നു സംസ്കാരം. സാംസ്കാരിക മന്ത്രി KC ജോസഫ് സംസ്ഥാന സർക്കാരിനു വേണ്ടി റീത്ത് സമർപ്പിച്ചു. സംസ്കാര ചടങ്ങിൽ കർണാടക മന്ത്രിമാരായ UT ഖാദർ, രാമനാഥ് റൈ, വിനയകുമാർ സൊർക്കെ, അഭയ് ചന്ദ്ര ജെയിൻ, MLAമാരായ NA നെല്ലിക്കുന്ന്, ചന്ദ്രശേഖരൻ, K കുഞ്ഞിരാമൻ എന്നിവർ സംബന്ധിച്ചു. ഞായറാഴ്ച വൈകിട്ട് സ്വവസതിയിലായിരുന്നു അന്ത്യം. KCCL സംസ്ഥാന സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 12 കാഞ്ഞങ്ങാട്ട് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം വ്യാപാര ഭവനിൽ നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന സംസ്ഥാന സംരംഭക കൺവെൻഷൻ സംഘാടക സമിതി രൂപീകരണ യോഗം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് ബദലായുള്ള KCCLന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് E ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. KCCLന്റെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പ്രക്രിയയ്ക്ക് മുഴുവൻ വരിക്കാരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നല്ല, ഒരുപാട് ചെറിയ ചെറിയ സംരംഭകർ അല്ലെങ്കിൽ കേബിൾ TVയുമായി ബന്ധപ്പെട്ട ഓട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന വിവിധങ്ങളായ ചെറിയ ചെറിയ സംരംഭങ്ങളുടെ ഒരു കൂട്ടായ്മയായി കേരള വിഷനും അതുപോലെ തന്നെ KCCL എല്ലാം വളർന്നു വന്നപ്പോൾ COI അതുപോലെ KCCL ഒരു വലിയ സ്ഥാപനമായി വളർന്നു വന്നപ്പോൾ ആ വലിയ സ്ഥാപനത്തിന് ഇന്ന് മറ്റ് ഏതൊരു ചാനലിനോടും കിടപിടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏത് കോർപ്പറേറ്റിനോടും മത്സരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അതിനെത്താൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വശം വിജയകരമായി എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ ഏത് ഭീമനെയും ഏത് കോർപ്പറേറ്റിനെയും പ്രതിരോധിക്കാൻ നമുക്ക് വേണമെങ്കിൽ കഴിയുമെന്ന് തെളിയിക്കുന്നതിനുള്ളൊരു കൂട്ടായ്മയായി വേണം ഈ കൂട്ടായ്മയെ കാണാൻ. COA സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ അധ്യക്ഷത വഹിച്ചു. P കരുണാകരൻ MP മുഖ്യരക്ഷാധികാരിയായും MLAമാരായ K കുഞ്ഞിരാമൻ, E ചന്ദ്രശേഖരൻ, K കുഞ്ഞിരാമൻ, NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ എന്നിവരെ രക്ഷാധികാരികളായും NH അൻവറെ ചെയർമാനായും AR ഹരിദാസിനെ കൺവീനറായും തെരഞ്ഞെടുത്തു. KCCL MD AR ഹരിദാസ്, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ്,
ട്രഷറർ രാധാകൃഷ്ണൻ, KCCL ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, ഡയറക്ടർമാരായ K. വിജയകൃഷ്ണൻ, മോഹനകൃഷ്ണൻ, സുരേഷ് കുമാർ PP, ശശികുമാർ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പ്രമോദ് K, CCN MD TV മോഹനൻ, CCN വൈസ് ചെയർമാൻ K. പ്രദീപ് കുമാർ, ജില്ലാ ട്രഷറർ ലോഹിതാക്ഷൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര സ്വാഗതവും സെക്രട്ടറി സതീഷ് K. പാക്കം നന്ദിയും പറഞ്ഞു. പെരിയ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഹരി വിമുക്ത കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ജില്ലയിലെ ആദ്യത്തെ ഡി അഡിക്ഷൻ സെന്ററാണ് പെരിയയിൽ ആരംഭിച്ചത്. സർക്കാർ മേഖലയിലെ ആദ്യത്തെ ലഹരി വിമുക്ത കേന്ദ്രം പെരിയ CHCയിൽ പ്രവർത്തനം തുടങ്ങി. ഫാമിലി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ജില്ലയിലെ ആദ്യത്തെ അംഗീകൃത ഡി അഡിക്ഷൻ സെന്ററാണ് പെരിയയിൽ തുടങ്ങിയതെന്ന് ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ പറഞ്ഞു. 28 മദ്യപാനം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും നമ്മൾ മദ്യപാനത്തിൽ നിന്ന് മുക്തത നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഡി അഡിക്ഷൻ സെന്റർ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മൾ ഇവിടെ ഒരു നല്ലൊരു ടീം വർക്കായിട്ട് നമ്മുടെ സർവീസ് ജനങ്ങളിലേക്ക് എത്തിക്കും. ആവശ്യമുള്ളവർ നമ്മളെ OPയിൽ 12 മുതൽ 1 മണി വരെ നമ്മൾ ഈ ഒരു ഡി അഡിക്ഷൻ OP മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ദിവസത്തെ ചികിത്സയാണ് ഇവിടെ നൽകുന്നത്. ഈ മേഖലയിലെ ചൂഷണം ഒഴിവാക്കാനാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. DMO AP ദിനേശ് കുമാർ ലഹരി വിമുക്ത കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു ഹൈടെക് കോൺഫറൻസ് സംശയമാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറപ്പുണ്ട്, ഡോക്ടർ മോഹൻ എന്തായാലും അടുത്ത ബ്ലോക്ക് കോൺഫറൻസിൽ ഇവിടെ വരുന്നതാണ്. 9 മണി മുതൽ ഞാനിവിടെ ഒന്ന് ഇരിക്കാൻ പോകണം. ഈ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഇന്ന് ചടങ്ങിൽ പ്രശ്നം സംഘടിപ്പിക്കണം. അത് ശരിക്കും നമ്മൾ 9 മണിക്ക് തന്നെ തുടങ്ങിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സമയം കിട്ടുമായിരുന്നു. പക്ഷെ പിന്നീട് ടൈം 9 ആയതുകൊണ്ടാണ് ശരി ബുദ്ധിമുട്ട്. ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു കർമ്മമാണ്. അതിപ്പം ഞാൻ അതിനകത്തെ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. ചടങ്ങിൽ മാവുങ്കാൽ ലയൺസ് ക്ലബ് CHCക്ക് ടെലിവിഷൻ കൈമാറി. പനയാൽ സഹകരണ ബാങ്ക് ബെഡ്ഷീറ്റുകളും കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ C. രാജൻ പെരിയ, M. ഗൗരി, TV കരിയൻ, ലയൺസ് ക്ലബ് സെക്രട്ടറി വേണു വാര്യർ, പനയാൽ ബാങ്ക് സെക്രട്ടറി ദാമോദരൻ, ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P. അഭിലാഷ് സ്വാഗതം പറഞ്ഞു. യുവജനതാദൾ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് നടന്ന പരിപാടി ശ്രദ്ധേയമായി. വർഗരഹിത വർഗീയരഹിത സമൂഹത്തിനായി യുവജനതാദളിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പീസ് സ്മാരകത്തിൽ നടന്ന പരിപാടിക്ക് AV രാമകൃഷ്ണൻ, T. അജിത, K. ദിവ്യ, VV കൃഷ്ണൻ, EV ഗണേശൻ, ഗിരീഷ് കുന്നത്ത്, M. സുകേഷ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. ആഗസ്റ്റ് 9 വ്യാപാര ദിനമായി ആചരിച്ചു. ജില്ലയിൽ ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. രാജ്യത്ത് ആഗസ്റ്റ് 9 വ്യാപാര ദിനമായി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദിനാചരണ പ്രഖ്യാപനം നടത്തിയത്. വ്യാപാര ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നു. ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രണവം അശോകൻ അധ്യക്ഷനായി. ഫൈസൽ സൂപ്പർ, തൊയ്യീബ്, അനിൽ എന്നിവർ സംസാരിച്ചു. KV ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭ 19ാം വാർഡ് കുടുംബശ്രീ വാർഷികാഘോഷം ശ്രദ്ധേയമായി. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. നഗരസഭയിലെ 19ാം വാർഡ് കുടുംബശ്രീ ആഘോഷം സമാപിച്ചു. ഹോസ്തൃക് സ്കൂളിൽ നടന്ന വാർഷികാഘോഷം NA ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സംബന്ധിച്ച് 17 വയസ്സ് തികഞ്ഞ് അതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ സംവിധാനത്തിലേക്കാണ് കുടുംബശ്രീ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്താണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാജ്പേയി ഉദ്ഘാടനം ചെയ്തു. അത് ഏറ്റവും നല്ല നിലയിലേക്ക്, അത്യുന്നതമായ നിലയിലേക്കാണ് കുടുംബശ്രീ പ്രസ്ഥാനം നിർവഹിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഴയ കാലങ്ങളിലൊക്കെ കുടുംബശ്രീ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അതിന്റെ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിന് വേസ്റ്റ് എടുക്കുന്ന ഒരു ബക്കറ്റുമായി പിടിച്ചെടുക്കുന്ന സ്ത്രീകളെയാണ് കുടുംബശ്രീ എന്ന് പറഞ്ഞ ആളുകൾ കാണിക്കാറ്. ഇന്നത് മാറി. T. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. ഹോസ്തൃക് സ്കൂളിൽ നടന്ന വാർഷികാഘോഷത്തിൽ നിരവധി കലാപരിപാടികൾ നടന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. കുഞ്ഞികൃഷ്ണൻ, ഗംഗാധരൻ കൊവ്വൽ, പ്രീത, KV ദാമോദരൻ, KV സുകുമാരൻ, P. ശോഭ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ സ്വാഗതം പറഞ്ഞു. നീലേശ്വരം നോർത്ത് മലബാർ കേബിൾ നെറ്റ്വർക്കിന്റെ സെറ്റ് ടോപ്പ് ബോക്സ് സർവീസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. ഇതോടെ നെറ്റ്വർക്ക് പരിധിയിലെ ഉപഭോക്താക്കളുടെ സെറ്റ് ടോപ്പ് ബോക്സ് സർവീസ് സംബന്ധിച്ച പരാതികൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. കേരള വിഷൻ സെറ്റ് ടോപ്പ് ബോക്സ് സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം നീലേശ്വരം സീനറ്റ് ഹാളിൽ
KCCL ഡയറക്ടർ മോഹനകൃഷ്ണൻ നിർവഹിച്ചു. CCN വൈസ് ചെയർമാൻ K. പ്രദീപ് കുമാർ, KCCL MD AR ഹരിദാസ്, ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, നോർത്ത് മലബാർ കേബിൾ നെറ്റ്വർക്ക് ചെയർമാൻ M. ശ്രീധരൻ, COA സംസ്ഥാന ട്രഷറർ K. രാധാകൃഷ്ണൻ, KCCL ഡയറക്ടർ സുരേഷ്, എക്സിക്യൂട്ടീവ് അംഗം ഗോപകുമാർ, ജില്ലാ സെക്രട്ടറി സതീഷ് K. പാകം, സംസ്ഥാന കമ്മിറ്റി അംഗം ലോഹിതാക്ഷൻ, NMCN MD K. രഘുനാഥ് എന്നിവർ സംബന്ധിച്ചു. സർവീസ് സെന്റർ പ്രവർത്തന സജ്ജമായതോടെ നോർത്ത് മലബാർ കേബിൾ നെറ്റ്വർക്ക് പരിധിയിലെ കേബിൾ ടിവിയിലെ ഉപഭോക്താക്കളുടെ സർവീസ് സംബന്ധിച്ച പരാതികൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. ജില്ലയിൽ ജില്ലാ ഹെഡായ CCN പുറമെയാണ് നീലേശ്വരത്ത് സർവീസ് സെന്ററിന് തുടക്കം കുറിച്ചത്. വരും ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട്, ഉദുമ, കാസർഗോഡ് എന്നിവിടങ്ങളിലും സർവീസ് സെന്റർ പ്രവർത്തന സജ്ജമാകും. CPIM സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കാൽനട പ്രചരണ ജാഥകൾ നടന്നു. ഹൊസ്തുർഗ് ബല്ല ലോക്കൽ കമ്മിറ്റിയുടെ കാൽനട ജാഥകൾക്ക് സമാപനം. കേരള ധർണയുടെ പ്രചരണാർത്ഥം ബല്ല CPM ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട ജാഥ മീനാപ്പീസ് കടപ്പുറത്ത് സമാപിച്ചു. സമാപന സമ്മേളനം ഉദുമ MLA K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ UPA ഗവൺമെന്റ് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില എല്ലാ മാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിലാണ്. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യമാണ് വർദ്ധിപ്പിച്ചത്. അത് നമ്മൾ മാത്രം എന്ന് പറഞ്ഞത് അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അന്ന് പരസ്യമായി പറഞ്ഞ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും തോന്നും. അദ്ദേഹം പറഞ്ഞത് ഇന്ന് വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അതിശയവുമില്ല. കാരണം ഈ നിത്യോപസാന്റെ വിലക്കയറ്റം ഇങ്ങനെ കയറുന്നതിന് പ്രധാനപ്പെട്ട കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇങ്ങനെ ബാണം പോലെ കയറുന്നു. K. പ്രദീപ് അധ്യക്ഷനായി. P. നാരായണൻ, ബല്ല രാജൻ, A. മാധവൻ, പപ്പൻ കുട്ടമത്ത്, C. ജാനകിക്കുട്ടി, KP ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 11 ജനകീയ പ്രതിരോധത്തിന്റെ പ്രചരണാർത്ഥം ഹോസ്തുർഗ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജാഥ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വലിയ വിഷമത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പെരുന്നാൾ കഴിഞ്ഞു, ഓണത്തോട് അടുക്കുകയാണ്. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഭരണകൂടത്തിന് ഒരു ബാധ്യതയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുള്ള ഗവൺമെൻറ്റുകളും കേന്ദ്രത്തിലുള്ള ഗവൺമെൻറ്റുകളും ഇങ്ങനെയുള്ള ആഘോഷവേളകളിൽ ജനങ്ങൾക്ക് വിഷമമില്ലാത്ത നിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ്. ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ, DV അമ്പാടി, AV രാമചന്ദ്രൻ, VV പ്രസന്നകുമാരി, പനത്തടി നാരായണൻ, VV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CPIMന്റെ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി അജാനൂർ പഞ്ചായത്തിലെ വിവിധ ലോക്കലുകളിൽ കാൽനട ജാഥ നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. CPIM അജാനൂർ ലോക്കൽ തല ജാഥയ്ക്ക് വേലേശ്വരത്ത് നിന്നും തുടക്കമായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. KV സുകുമാരൻ അധ്യക്ഷനായി. ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, ശിവജി വെള്ളിക്കോത്ത്, TV കരിയൻ, P. കൃഷ്ണൻ, KV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CPIM ചിത്താരി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജാഥയ്ക്ക് മുക്കൂട് സ്വീകരണം നൽകി. മുൻ MLA KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. M. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. O. മോഹനൻ, P. ദാമോദരൻ, B. ബാലകൃഷ്ണൻ, K. രാജേന്ദ്രൻ, O. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട ജാഥയ്ക്ക് നോർത്ത് കോട്ടശ്ശേരിയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം K. രാജമോഹനൻ ഉദ്ഘാടനം ചെയ്തു. TV പത്മിനി, ജാഥ ലീഡർ AV സഞ്ജയൻ എന്നിവർ സംസാരിച്ചു. MV ദിലീപ് അധ്യക്ഷനായി. M. സുനിൽ സ്വാഗതം പറഞ്ഞു. ജാഥയ്ക്ക് കുശവൻകുന്ന് സൺറൈസ് ഹോസ്പിറ്റൽ പരിസരത്ത് സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. CPIM തച്ചങ്ങാട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജാഥയ്ക്ക് തോക്കാനുമുട്ടയിൽ സ്വീകരണം നൽകി. CPIM തച്ചങ്ങാട് ലോക്കൽ കമ്മിറ്റി നേതൃത്വം നൽകിയ കാൽനട ജാഥയ്ക്ക് തോക്കാനുമുട്ടയിൽ നൽകിയ സ്വീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വേണുഗോപാലൻ അധ്യക്ഷനായി. M. കരുണാകരൻ, A. ജാസ്മിൻ, P. കൃഷ്ണൻ, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. K. ദിനേശ് സ്വാഗതം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ CPI മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ കാൽനട ജാഥയ്ക്ക് സ്വീകരണം നൽകി. CPIM കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട ജാഥ CPIM മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി A. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. നടത്തുന്ന രാഷ്ട്രീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭിച്ച് വൈകുന്നേരം കല്ലൂരാവിൽ സമാപിക്കുന്ന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് MC കുമാരൻ അധ്യക്ഷനായി. CK കുഞ്ഞിരാമൻ, K. കുഞ്ഞിക്കണ്ണൻ, CK ബാബുരാജ്, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അജാനൂർ ഫിഷറീസ് ഗവൺമെന്റ് UP സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നടന്നു. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ അനുവദിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അധ്യക്ഷൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ
കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനം എന്ന് പറയേണ്ടതുണ്ടോ എന്ന് എനിക്ക് തോന്നിയതാണ്. കമ്പ്യൂട്ടർ ലാബ് നേരത്തെ തന്നെ ഇവിടെ ഉള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് കുട്ടികൾക്ക് കൂടുതൽ കമ്പ്യൂട്ടർ പഠനത്തിന് ഉപകരിക്കത്തക്ക വിധത്തിൽ 5 കമ്പ്യൂട്ടർ അനുവദിച്ചു എന്നത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകതയായി ഈ യോഗത്തിൻ്റെ കാര്യമായി ഞാൻ കാണുന്നത്. ഈ കമ്പ്യൂട്ടർ പഠനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ പാവപ്പെട്ട നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, വാർഡംഗം എ ചന്ദ്രൻ, കെ അശോകൻ, AEO കെ രവിവർമ്മൻ, ഹെഡ്മാസ്റ്റർ MG ശംസുദ്ദീൻ, A ഹമീദ് ഹാജി, KG സജീവൻ, PP കുഞ്ഞംതുള്ള എന്നിവർ സംസാരിച്ചു. ഭൂരഹിത കേരളം പദ്ധതിയിലൂടെ സർക്കാർ ഭൂരഹിതരെ വഞ്ചിക്കുകയാണെന്ന് ആക്ഷേപം. വെൽഫെയർ പാർട്ടി കളക്ടറേറ്റ് ഉപരോധിക്കും. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിലൂടെ പാവപ്പെട്ട ഭൂരഹിതരെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി ആഗസ്റ്റ് 12-ന് സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റ് ഉപരോധിക്കുന്നത്. ഉപരോധം കാസർഗോഡ് സംസ്ഥാന സെക്രട്ടറി ശശി പന്തളം ഉദ്ഘാടനം ചെയ്യും. തീർത്തും വാസയോഗ്യമല്ലാത്തതാണ് നൽകിയ ഫ്ലോട്ടുകളെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് പ്രയോജനം ലഭിക്കാത്ത രീതിയിലാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തര സ്വഭാവത്തിൽ ഈ വിഷയം സർക്കാർ പരിഗണിക്കണമെന്നതാണ്. ഈ ആവശ്യം മുൻനിർത്തി നമ്മൾ ശക്തമായ സംസ്ഥാനത്ത് തന്നെ ഭൂസമര സമിതി എന്ന പേരിൽ പ്രത്യേക ഈ ഭൂസമര പ്രവർത്തകരുടെ സംഘടനയുണ്ട്. ഈ വ്യത്യസ്ത സമര പരിപാടികൾ നേരത്തെ നടത്തി വില്ലേജ് മാർച്ചുകൾ, അതുപോലെ തന്നെ പഞ്ചായത്ത് മാർച്ചുകൾ, താലൂക്ക് ഓഫീസ് ഉപരോധം. ഇപ്പോൾ ഈ 12-ാം തീയതി മറ്റന്നാൾ ജില്ലാ കളക്ടറേറ്റുകൾ, സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകൾ ഉപരോധിക്കുകയാണ്. CH മുത്തലിബ്, CH ബാലകൃഷ്ണൻ, PK അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വീട്ടുടമസ്ഥനെ തലക്കടിച്ച് വീഴ്ത്തി കവർച്ച. സംഭവം തിങ്കളാഴ്ച രാവിലെ തുമിനാട് കുക്കാജെ പള്ളിക്ക് സമീപം. വീട്ടുടമസ്ഥനെ തലക്കടിച്ച് വീഴ്ത്തി മോഷ്ടാവ് സ്വർണങ്ങളുമായി കടന്നുകളഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 4 മണിയോടെയായിരുന്നു സംഭവം. തുമിനാട് കുക്കാജെ പള്ളിക്ക് സമീപത്തെ മോഹനന്റെ വീട്ടിലായിരുന്നു മോഷണം നടന്നത്. മോഷ്ടാവിനെ മോഹനൻ കൈയോടെ പിടികൂടുകയായിരുന്നു. രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടയിൽ മോഷ്ടാവ് മോഹനന്റെ തലക്കടിച്ച് ഓടി രക്ഷപ്പെട്ടു. വീടിന്റെ പിൻവശത്തെ വാതിൽ തകർത്തായിരുന്നു മോഷ്ടാവ് അകത്തു കടന്നത്. പിന്നീട് അലമാര പരിശോധിച്ചപ്പോഴാണ് 1.5 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. പുലർച്ചയ്ക്ക് 4 മണിക്കാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശബ്ദം കേട്ട് ഓടിച്ചു വന്നപ്പോൾ ഓൻ്റെ തലക്കടിക്ക് പിന്നെ അവൻ്റെ കയ്യിൽ കബളിൽ നിന്നെടുത്ത സ്വർണ്ണങ്ങളും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനുമായിട്ടുള്ള പിടിവലിയിൽ അത് കുറച്ച് സാധനം ഉള്ളിൽ വീണു. പിന്നെ നമുക്കിപ്പം നഷ്ടപ്പെട്ടുള്ളത് 1.5 പവൻ്റെ സ്വർണ്ണം മാത്രമാണ്. ഇരുട്ടായതിനാൽ മോഷ്ടാവിന്റെ മുഖം തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും 30 വയസ്സ് തോന്നിക്കുന്ന യുവാവാണ് മോഷണത്തിന് പിന്നിലെന്നും മഞ്ചേശ്വരം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. വികസന പ്രശ്നങ്ങൾക്ക് ചർച്ച വേദിയാക്കി കാഞ്ഞങ്ങാട് മുസ്ലിം യതീംഖാനയിൽ വിദ്യാർത്ഥികളുടെ സംവാദം. എന്നെ നെല്ലിക്കുന്ന MLA സംവാദത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്നും കാഞ്ഞങ്ങാട് മുസ്ലിം യതീംഖാനയിലെ വിദ്യാർത്ഥികളും തമ്മിൽ നടത്തിയ സംവാദം ശ്രദ്ധേയമായി. സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കാഞ്ഞങ്ങാട് മുസ്ലിം യതീംഖാനയിൽ നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള വ്യക്തിത്വ വികസന ക്യാമ്പിലാണ് സംവാദം നടന്നത്. അനാഥശാലകൾ പോലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സേവന രംഗത്ത് ഉയർന്ന മാതൃകയാണെന്ന് MLA പറഞ്ഞു. കോട്ടച്ചേരി മീൻ മാർക്കറ്റിൽ നിന്നും രാത്രികാലങ്ങളുണ്ടാകുന്ന രൂക്ഷമായ ദുർഗന്ധം കാരണം നന്നായി കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ലെന്ന് യതീംഖാന അന്തേവാസികൾ പറഞ്ഞു. മാലിന്യ സംസ്കരണമാണ് സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് MLA പറഞ്ഞു. കാഞ്ഞങ്ങാട് ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കാൻ സംവിധാനമുണ്ടാകണമെന്ന് MLA അഭിപ്രായപ്പെട്ടു. 1.5 മണിക്കൂറോളം നീണ്ടുവന്ന സംവാദത്തിൽ ADM H ദിനേശ്, കാസർഗോഡ് തഹസിൽദാർ അംബുജാക്ഷൻ, വസ്തുക്കൾ ഡെപ്യൂട്ടി തഹസിൽദാർ B രത്നാകരൻ, യതീംഖാന പ്രസിഡന്റ് A ഹമീദ് ഹാജി, ജനറൽ സെക്രട്ടറി സുറൂർ മൊയ്തു ഹാജി, T മുഹമ്മദ് അസ്ലം, ബെസ്റ്റോ മുഹമ്മദ് ഹാജി, അഹമ്മദ് കിർമാണി തുടങ്ങിയവർ സംബന്ധിച്ചു. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ആദരം. കൂട്ടക്കനി ചിയേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശുചീകരണം സംഘടിപ്പിച്ചു. 2 ദശകക്കാലമായി കൂട്ടക്കനിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിയേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൂട്ടക്കനിയിലും പരിസരങ്ങളിലും ശുചീകരണവും ശ്രമദാനവും സംഘടിപ്പിച്ചു. ചിയേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരാഴ്ചയോളം നീണ്ടുനിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. 2.5 കിലോമീറ്റർ ദൂരെ വരുന്ന റോഡ് പരിസരവും അതുപോലെ തന്നെ സ്കൂൾ പരിസരവും വൃത്തിയാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചാണ് ശുചീകരണം നടത്തിയത്. കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂൾ, കൂട്ടക്കനി റോഡ് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
അമേരിക്കയിൽ സമാപിച്ച സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ വോളിബോൾ ടീമിനെ നയിച്ച് വെങ്കല നേട്ടം സ്വന്തമാക്കിയ സുമേഷ് വാര്യർക്ക് ജന്മനാടിന്റെ ഊഷ്മള വരവേൽപ്പ്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും തുറന്ന വാഹനത്തിലാണ് സുമേഷിനെ കുട്ടമത്തേക്ക് ആനയിച്ചത്. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ നേട്ടവുമായി മടങ്ങിയെത്തിയ സുമേഷിന് മഹാകവി കുട്ടമത്ത് സ്മാരക സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ഏറനാട് എക്സ്പ്രസിൽ 3 മണിയോടെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുമേഷിനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. തുറന്ന വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് കുട്ടമത്ത് ഗ്രാമത്തിലേക്ക് ആനയിച്ചത്. തുടർന്ന് നടന്ന അനുമോദന യോഗം YMC സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ അധ്യക്ഷൻ കൃഷ്ണകുമാർ പറഞ്ഞു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിജയം ഇവിടെ സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു കുഗ്രാമം തന്നെയാണ്. ഒരു സ്പോർട്സിന്റെയോ കായിക അഭ്യാസത്തിലുള്ള വേദികളൊന്നും തന്നെ, ഒരു നല്ല വേദികളൊന്നും തന്നെ കോട്ടയം ഒരു തരത്തിലുള്ള വേദികൾ പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ കോച്ചിങ് നടത്താനുള്ള പരിശീലകരില്ല, സ്ഥലമില്ല, സൗകര്യമില്ല, അതിനുള്ള ശേഷി, സാമ്പത്തിക ശേഷിയില്ല. ഡോക്ടർ PV കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അച്യുതൻ മാസ്റ്റർ ഉപഹാരം സമർപ്പിച്ചു. ഗംഗാധരൻ കുട്ടമത്ത് സംസാരിച്ചു. കാഞ്ഞങ്ങാട് ധനലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ നവീകരിച്ച AC ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ആനയും അമ്പാരിയുമില്ല, വെടിക്കെട്ടും ബഹളവുമില്ല. കാഞ്ഞങ്ങാട് ധനലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനം ചടങ്ങുകളിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി. സ്ഥാപന ഉടമകളുടെ മാതാവ് ദേവകിയമ്മയാണ് വളരെ ലളിതമായ ചടങ്ങിൽ ധനലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഉദ്ഘാടനത്തിന് ചെലവാകുമായിരുന്ന തുക ഉപയോഗിച്ച് 200ഓളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 5 കിലോ അരിയും വസ്ത്രങ്ങളും നൽകി ധനലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ ഉടമകൾ മാതൃകയായി. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ ഉൾപ്പെടെയുള്ള പ്രമുഖരും സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഞ്ഞണ്ണ റൈ ഓർമ്മയായി അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. KCCL സംസ്ഥാന സംരംഭക കൺവെൻഷന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. സംഘാടക സമിതി രൂപീകരിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ ജില്ലയിലെ ആദ്യത്തെ ലഹരി വിമുക്ത കേന്ദ്രം പെരിയയിൽ തുടങ്ങി. ലക്ഷ്യമിടുന്നത് മദ്യാസക്തിക്കെതിരെ സമ്പൂർണ്ണ ചികിത്സ. CPIMന്റെ ജനകീയ പ്രതിരോധ സമരം ചൊവ്വാഴ്ച. നാടുണർത്തി കാൽനട ജാഥകൾ. വ്യാപാര ദിനം ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു.
വർഗീയതയ്ക്കെതിരെ യുവജനതാദൾ കാഞ്ഞങ്ങാട് പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.